Dear students, language of Rajasthan is Rajasthani. Language Rajasthani. Then folk dances. Kalbilia, Chari, Goomar. കാൽബീലിയ ചാരി ഗൂമർ ഡാൻസ് നമ്മൾ മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ രാജസ്ഥാനിലെ ഡാൻസുകളാണിത്. ഡാൻസ് ഫോംസ് കാൽബീലിയ ചാരി ഗൂമർ. ദെൻ അവിടുത്തെ ഫെസ്റ്റിവൽസ് ഉത്സവങ്ങൾ ടീജ് ഉൾസ് ഗാംഗൂർ മേള പുഷ്കർ മേള ഇതൊക്കെ അവിടുത്തെ ഫേമസ്. ഈ പുഷ്കർ മേളയൊക്കെ അവിടുത്തെ ഫേമസ് ഫെസ്റ്റിവലാണ് രാജസ്ഥാനിൽ. അതായത് ക്യാമൽസ് ഒരു 10,000-50,000 ക്യാമൽസ് ഉണ്ടാവും എന്ന് പറയണത്. അത് ഈ പുഷ്കർ എന്ന് പറയുന്നത് ഒരു ടൗണിൻ്റെ പേരാണ്. രാജസ്ഥാനിലെ ഒരു ടൗണിൻ്റെ നെയിമാണ് പുഷ്കർ. ആ പുഷ്കർ എന്ന് പറയുന്ന ആ ടൗണിൽ ക്യാമൽസിനെ ഗ്രൂപ്പായിട്ട് അണിയിച്ചൊരുക്കി കൊണ്ടുവരും, മാലയൊക്കെ ഇടിപ്പിച്ചിട്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ നടത്തുന്ന ഒരു മേളയാണ് ഈ പുഷ്കർ മേള. ഈ പുഷ്കർ മേളയിൽ ഈ രാജസ്ഥാനികൾ അവരുടെ ഹാൻഡിക്രാഫ്റ്റ്, സ്റ്റോൺ വർക്ക്, ജ്വല്ലറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ വിൽക്കാനായിട്ട് പ്രദർശിപ്പിക്കാനായിട്ട് കൊണ്ടുവരും. നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ്. സോ ഫെസ്റ്റിവൽസ് ടീജ് ഉൾസ് ഗാംഗൂർ മേള പുഷ്കർ മേള. ഫോക്ക് ഡാൻസസും ഈ ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ നെയിംസ് പഠിക്കാനുണ്ട് കേട്ടോ. ദെൻ രാജസ്ഥാൻ, നമ്മൾ വിചാരിക്കും ഇത് രാജസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മരുഭൂമി മാത്രമാണെന്ന്. അത് ഒരുപാട് ഭാഗം മരുഭൂമിയാണ്. പക്ഷെ ചില സ്ഥലത്ത് സിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സിറ്റികളിലൊക്കെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരും കാണാനായിട്ട്. അത് മെയിൻ കാണാനുള്ളത് ഫോർട്ടുകളാണ്. പണ്ടത്തെ രാജവംശങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫോർട്ട്സ്. ദെൻ അവിടുത്തെ ഒരു ടെമ്പിൾ ഉണ്ട്, ദിൽവാര ടെമ്പിൾ. അതൊരു ഫേമസ് ടെമ്പിളാണ്. അപ്പോൾ ഫോർട്ടുകളും ദിൽവാര ടെമ്പിളൊക്കെ ടൂറിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു ഈ രാജസ്ഥാനിൽ പോപ്പുലേഷൻ ഇസ് വെരി ലെസ്. മറ്റുള്ള സ്റ്റേറ്റ്, ഇന്ത്യ നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടെന്നറിയാം. നമ്മൾ കേരള സ്റ്റേറ്റിലാണ് താമസിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം അതിൽ ഈ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പോപ്പുലേഷൻ, ജനസംഖ്യ വളരെ കുറവാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ രാജസ്ഥാൻ, കാരണം ഈ രാജസ്ഥാൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡെസേർട്ട് ഏരിയയാണ്. ഇതൊക്കെ സദേൺ പ്ലാറ്റൂവിൽ പെടും. പിന്നെ ഇവിടെയൊക്കെ കടലാണ്. ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ അപ്പോൾ ഈ ഭാഗമാണ് ഡെസേർട്ട് ഏരിയ. അപ്പോൾ ആ ഡെസേർട്ട് ഏരിയയിൽ രാജസ്ഥാനാണെന്ന് പറയുന്ന സ്റ്റേറ്റാണ് മെയിനായിട്ട് പെടുക, ആ ഡെസേർട്ട് ഏരിയയിൽ. അപ്പോൾ അവിടെ പോപ്പുലേഷൻ, ജനസംഖ്യ വളരെ കുറവാണ്. കാരണം അവിടുത്തെ കണ്ടീഷൻ, ജീവിക്കാൻ പറ്റിയിട്ടുള്ള കണ്ടീഷൻ അവിടെ വളരെ കുറവാണ്. സോ ദ പോപ്പുലേഷൻ ഈസ് വെരി ലെസ് ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് സ്യൂട്ടബിൾ ലിവിങ് കണ്ടീഷൻസ്. പിന്നെ റെയിൻഫോള് വളരെ സ്കാൻഡിയാന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ ഈ ഭാഗമാണ് നമ്മുടെ താർ ഡെസേർട്ടിൻ്റെ ഭാഗം, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. ഈ ഭാഗത്തിൻ്റെ ഇപ്പുറത്താണ് ഈ സദേൺ പ്ലാറ്റു. അത് നമ്മൾ പഠിച്ചതാണ്. ഈ സദേൺ പ്ലാറ്റുവിൻ്റെ ഭാഗത്താണ് ഈ അരാവലി ഹിൽസ്. അപ്പോൾ ഈ അരാവലി ഹിൽസ് ഇതിൻ്റെ ബോർഡറാണ്. അപ്പോൾ ഈ അരാവലി ഹിൽസ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മോയിസ്റ്റ് ലെയ്ഡൻ വിൻഡ്, നല്ല തണുത്ത കാറ്റിനെയൊക്കെ ഈ പ്ലാറ്റുവിൻ്റെ ഭാഗത്ത് തടഞ്ഞു നിർത്തും. അപ്പോൾ ഈ പ്ലാറ്റുവിൻ്റെ ഭാഗത്തൊക്കെ നല്ല കാലാവസ്ഥയാണ്. ആ തണുത്ത കാറ്റിനെ ഈ അരാവലി ഹിൽസ്, ഈ കുന്ന് എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ തടഞ്ഞു നിർത്തും, ഇപ്പുറത്തെ ഈ മരുഭൂമിയിലേക്ക് കടത്തിവിടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തണുത്ത കാറ്റ് ഇവിടെയൊക്കെ മഴ കൊടുക്കും, ഇപ്പുറത്തുള്ള ഈ മരുഭൂമിയുടെ ഭാഗത്ത് മഴ തരില്ല. ഇതിവിടെ തടഞ്ഞു നിർത്തുന്ന കാരണം. അപ്പോൾ അരാവലി ഹിൽസാണ് ഈ മഴ ഇവിടെ കുറയാനുള്ള പ്രധാന കാരണം മോയിസ്റ്റർ ലെയ്ഡൻ വിൻസിനെ ഇവിടെ തടഞ്ഞു നിർത്തുന്നു ഈ അരാവലി ഹിൽസ്, ഈ പ്ലാറ്റുവിൻ്റെ ഭാഗത്ത്. ഈ അരാവലി ഹിൽസ് ആ വിൻഡിനെ, ആ കാറ്റിനെ ഇപ്പുറത്തേക്ക് ഈ രാജസ്ഥാൻ്റെ ഈ ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ല, ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ടിൻ്റെ ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് തന്നെ റെയിൻഫോൾ ഈസ് വെരി സ്കാൻഡി. ദെൻ പോപ്പുലേഷൻ ഈസ് ലെസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ.